ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തോടനുബന്ധിച്ച് ഹരിതകർമ്മസേനയുടെ കലാവിരുത്. ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സംബന്ധിച്ച് ഹരിതകർമ്മസേനയുടെ കലാവിരുത്. ഇത് കണ്ടോ, നാളത്തെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കടകളിൽ നിന്ന് ചെണ്ട് വാങ്ങിക്കത്തില്ലേ, പൂച്ചെണ്ടിന് പകരമായിട്ട് ഇത് കുരുത്തോലയാണ്. തെങ്ങിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആ കിളുന്ന ഓലയാണ്. കുരുത്തോലയിൽ നമ്മൾ ബന്ദിപ്പൂ ചെയ്തിട്ടാണ് അവർ ഈ സ്റ്റേജിൻ്റെ ഡെക്കറേഷനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നോക്കി കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതാണ്ടിത്, അതിലും ഒന്നുകൂടെ ഇതായിട്ടുള്ള ഓല എടുത്തിട്ട് അതിൽ നല്ല പട്ട് റോസ ഫിറ്റ് ചെയ്ത് അവിടെയൊക്കെ എന്തൊക്കെയോ ആ ഓല കൊണ്ട് തന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഇത് കണ്ടോ, അത് കാണാൻ തന്നെ എന്ത് ഗംഭീരമാണെന്നറിയാമോ, നല്ല ഭംഗിയുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും നമ്മൾ അതിശയിച്ചു പോയി. ഇതേ കണ്ടോ, നോക്ക്, അത് ആ രണ്ട് സൈഡിൽ ഇതേ കണ്ടോ, ആ നമ്മൾ സ്റ്റെപ്പ് കയറി ഒരാൾ സ്വീകരണത്തിന് കയറി ചെല്ലുന്ന ആ ഭാഗങ്ങളിലായിട്ട് ഇതാ നോക്കി നല്ലതായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ വിവാഹവേദികളിലൊക്കെ കാണത്തില്ലേ, സൈഡിലിങ്ങനെ പൂവൊക്കെ കൊടുത്തിട്ട് നല്ലതായിട്ട് വെച്ച്, അതിനൊക്കെ എന്ത് ഗംഭീരം. ഇതാണ് വേണ്ടത്, ഇതാണ് ഹരിതകർമ്മസേനയുടെ കഴിവ്. ഇവരെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് യൂട്യൂബിലോ വീഡിയോസിലോ. കാരണം കഴിഞ്ഞ ദിവസം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ രണ്ട് ചേച്ചിമാർ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്, അതും ഹരിതകർമ്മസേനയിലെ ആൾക്കാർ തന്നെയാണ്. ഇവർക്ക് ഒരുപാട് കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ് നമുക്കാർക്കും അവരിൽ ഉള്ളിലുള്ള കലാവാസനകൾ മനസ്സിലാകാതെ പോകുന്നത്. കണ്ടോ, നോക്കിയേ എന്തും വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ ആക്കണമെങ്കിൽ ഒരു 4-5 ചേച്ചിമാർ, 4-5 അല്ല 6-7 ചേച്ചിമാർ കൂടി ചെയ്തതാണ്. ഇത് രാവിലെ മുതൽ തുടങ്ങിയതാണോ? രാവിലെ തുടങ്ങിയതാണ് അവർ പറയുന്നത്. രാവിലെ മുതൽ ഇത് തന്നെയല്ല, ബാക്കി കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് അംഗമായ ഹരിതകർമ്മസേനയിലെ ആൾക്കാരാണ്. അവർ രാവിലെ മുതൽ ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. ഇവർ നമ്മൾ കാണുമ്പോൾ വീടുകളിൽ കയറി ചപ്പ് ചവറ് അങ്ങനെ കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ട. നല്ല രീതിയിൽ ഓരോ കഴിവുകളുള്ളവരാണ്. 2, 3, 4, 5, 6, 7, 8 പേരുണ്ട് അല്ലേ. 8 പേർക്കും നല്ല രീതിയിൽ കഴിവുകളുണ്ട്. അതിൽ സപ്പോർട്ട് ചെയ്യാൻ ചന്ദനക്കുറിയിട്ട അമ്മയെ കണ്ടോ, ആ അമ്മയാണ് ഇതിൻ്റെ എല്ലാം ഇതായിട്ട് അവർക്ക് ക്ഷീണങ്ങളൊന്നും ഉണ്ടാക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കാനും എടുക്കാനും ഒക്കെ കഴിവുള്ള ഒരാളാണ്. ഞാനൊരു 10 മിനിറ്റ് ഇവിടെ നിന്നിട്ടുള്ളൂ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഈ കേരളോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കലാരൂപങ്ങൾ കണ്ടോ. ഇത് നമ്മൾ വീടുകളിൽ അല്ലെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ പോയി പൂക്കളോ മറ്റുമൊക്കെ വാങ്ങാതെ ഇവരെ കോണ്ടാക്റ്റ് ചെയ്താൽ ഇവരുണ്ടാക്കി തരും. അവരുടെ ഒരു ജീവിതമാർഗവും ആവും. ഉണ്ടോ, ഇത് തന്നെയല്ല, കുരുത്തോലയിൽ മയിലുണ്ടാക്കിയിട്ട് ഒരു വെൽക്കം ബോർഡ് വയ്ക്കാനായിട്ട് ഫ്രണ്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങളെ, അത് ഞാൻ എടുക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഇത്രയും നേരം അവരെന്നോട് സഹകരിച്ചല്ലോ. ഞാൻ പറഞ്ഞു ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ മോളെ ഇട്ടോളാനും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് ബിഗ് സല്യൂട്ട്. ഇത് കണ്ടോ, നമ്മൾ വെൽക്കം ബോർഡ് വയ്ക്കത്തില്ലേ എന്ന് പറയുന്നിട്ട് അതിന് ഫ്രണ്ടിലായിട്ട് ഇത് അലങ്കരിക്കാനാണ്. അതിങ്ങനെ അതിൻ്റെ നാരിലിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ താഴോട്ട് ആക്കി ഇടുകയാണ്. നല്ല ഭംഗിയായിരിക്കും. അത് ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ തന്നെ അതിൻ്റെ ഓരോ രീതികൾ കണ്ടോ, ഓരോ രീതിയിൽ ചെയ്ത്. ഇത് സ്റ്റാപ്ലെയറിലാണ് ഈ പണി മുഴുവൻ. കണ്ടോ, അവരെത്ര നേരം കൊണ്ട് മെനക്കെട്ടിട്ടായിരിക്കും ഇത് ഇത്രയും ആക്കിയെടുക്കാനൊക്കെ സാധിച്ചത്. സമ്മതിക്കണം, കലാരൂപം. ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ വാസനയുണ്ട്. അങ്ങനെ ഹരിതകർമ്മസേനയ്ക്കും ഉണ്ട് ഒരു വാസന. കണ്ടോ, നമ്മൾ വെൽക്കം ബോർഡ് വയ്ക്കത്തില്ലേ കല്യാണ വീടുകളിലൊക്കെ എന്ന് പറയുന്നോട്ട് ഹരിതകർമ്മസേന ചേച്ചിമാർ ഉണ്ടാക്കിയതാണ്. കുരുത്തോലയിൽ ഉണ്ടാക്കിയതാണ്. നോക്കിയേ, ഓരോ കലാരൂപം. മയിലാണ് കണ്ടോ, ആ മയിലിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എന്തൊക്കെ വെച്ചിട്ട് ഏതൊക്കെ കളറുകൾ കൊടുത്തിട്ട്, പച്ച ഓല, നല്ല വെളുത്ത കുരുത്തോല എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ്
അത് സ്റ്റാപ്ലെയറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, സ്റ്റാപ്ലെയർ അടിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എന്തോരം നല്ലൊരു ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും നല്ലതായിട്ടുണ്ട് കേട്ടോ. അവർ ചെയ്തതിന് അടിപൊളിയായിട്ടുണ്ട്. അത് ഒന്ന് കണ്ടപ്പോഴേ നമ്മൾ അതിശയിച്ചു പോയി. ഹരിതകർമ്മസേന മോശമല്ല. ശിശുമാർക്കൊക്കെ നല്ല കലാബോധമുള്ള ശിശുമാരാണ്. അത് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് കണ്ടോ, അത് തടിയിൽ കുരുത്തോല, നമ്മുടെ ഈ ചൂലൊക്കെ ചീകി എടുക്കാനായിട്ട് എടുക്കുന്ന ഓലക്കയില്ലേ, അതാണേ. അതിൻ്റെ തെങ്ങിൻ്റെ ഓലയാണ്. അതെല്ലാം സ്റ്റാപ്ലെയർ കൊണ്ടാണ്. എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതൊക്കെ സ്റ്റാപ്ലെയർ അടിച്ച് ഇതിലൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതേണ്ടേ, ഇത് കണ്ടോ, ഇതിൻ്റേതായ ഒരു ഭംഗിയുണ്ടോ, എന്ത് രസമുണ്ട്. നമ്മൾ ഓല മെടഞ്ഞെടുക്കത്തില്ലേ, പണ്ടൊക്കെ പെര വയ്ക്കാനൊക്കെ പെര കെട്ടാനൊക്കെ ഓല മെടഞ്ഞെടുക്കുമായിരുന്നു എന്ന് പറയുന്നത്. അവിടെ ഉണ്ട് അവരുടെ ഒരു വെറൈറ്റി കലാരൂപം. കാരണം ഒരു പച്ച ഓലയ്ക്ക വന്നിട്ട് അതിൻ്റെ സൈഡിൽ കണ്ടോ വേറൊരു കളറ്, അങ്ങനെ ഇങ്ങുണ്ട്. അതും ഒരു തടി ബോക്സിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാലും കൊള്ളാം, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അത് കണ്ടപ്പം വലിയ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെയല്ലേ ഇട്ട് കാണിക്കണ്ടേ, അപ്പോൾ ഇതൊന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടു നോക്ക്, എന്ത് ഭംഗിയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് അല്ലേ. ഇതൊക്കെ ഇപ്പോൾ പുതിയ പുതിയ രീതികളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വെൽക്കം ബോർഡൊക്കെ വയ്ക്കാനായിട്ട് ഇവരെയൊക്കെ സമീപിച്ചാൽ ഒരുപക്ഷെ ഇവരത് ചെയ്തു തരും. എന്തുവാണേലും ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ് ഇവരെ. അപ്പോൾ അവരെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ മെനഞ്ഞെടുക്കാൻ അവർക്കും സാധിക്കും. പോട്ടെ, ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിനും അഭിമാനിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ ഹരിതകർമ്മസേനയിലോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലോ ഉണ്ടല്ലോ എന്ന്, പഞ്ചായത്ത് അംഗങ്ങളായിട്ട് ഉണ്ടല്ലോ എന്ന് ആ പഞ്ചായത്തിൻ്റെ അഭിമാനമായിരിക്കും. ഒരു കാര്യം എനിക്കറിയാം, നാളെ ഇവിടെ കൂടുന്ന യോഗത്തിൽ ഏറ്റവും മുൻനിരയിൽ ഇവരെക്കുറിച്ച് പറയാതിരിക്കത്തില്ല. കാരണം ഇവരുടെ കലാവിരുത് കാണുന്ന ഏത് പ്രമുഖ വ്യക്തിയും അവരെക്കുറിച്ച് ഓർക്കാതെ ഇരിക്കില്ല അല്ലേ. ഉണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു വെച്ചേക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് കുഴപ്പമില്ലല്ലോ അല്ലേ. ഇടും ഞാനിത്. ഈ ചെയ്തവരുടെ പേരെന്തുവാ? രണ്ടുപേരുടെയും പേരെന്ന് പറഞ്ഞേ. ബിന്ദു. ഹരിതകർമ്മസേനയുടെ ആൾക്കാരല്ലേ? കണ്ടോ, ഇത്രയും പേരും കൂടിയാണ് ഈ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നത്. കണ്ടോ, അവരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയത്. കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന എന്തായാലും പ്രമുഖരുണ്ടാവും. എങ്കിലും അവരുടെ ഇത്രയും പേരുടെ ആൾക്കാരുടെ സഹായവും സഹകരണമൊക്കെ കൊണ്ട് എന്ത് ഭംഗിയാണ് ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടൊക്കെ. കണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങളോടൊക്കെ നമുക്ക് കണ്ട് വരാം. അവർ ഈ വെൽക്കം ബോർഡ് ഇവിടെ വെച്ച് ഇപ്പോൾ സന്ധ്യ ആയപ്പോഴാണ് അവർ വെക്കുന്നത്. നാളത്തേക്കല്ലേ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും വീട്ടിൽ പോകേണ്ടതുകൊണ്ട് ഇന്നേ അവരതെല്ലാം വെച്ചിട്ട് പോവുകയാണ്. ഇവിടെ ആ ചേച്ചിമാർ വെക്കുന്നുണ്ട്. കണ്ടോ, മയിലിനൊക്കെ ഉണ്ടോ, വെൽക്കം ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് സന്ധ്യ ആയതുകൊണ്ട് കാണാനും കൂടെ. അവർ പണി തീർന്നില്ല, അതിൻ്റെ ചെറിയ ചെറിയ പണികളിലാണ്. ഉണ്ടോ, നല്ല നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ എഴുതിയിട്ട് ഇതാ ഇത് കണ്ടോ, ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും.